Hello my dear friends, welcome to Cypro. നമുക്ക് അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കാം. ഓക്കെ, നിങ്ങൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്തോ? പഠിച്ചു തുടങ്ങുക. എസിന് നമുക്ക് വലിയ സിലബസാണ്. നമുക്ക് മൈക്രോബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോടെക്നോളജി ഉണ്ട്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് സയൻസ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെയും നമുക്ക് കുറേ മോഡ്യൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ പഠിക്കണം, പഠിച്ചു കഴിയണം. പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിവിഷനും റീകോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസും കൂടി ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് നന്നായിട്ട് നമുക്ക് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മാക്സിമം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മാക്സിമം ഡീപ്പായിട്ട് ഈ 4 സബ്ജക്റ്റിൽ നിന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിലെ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ, അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് പ്രോസസ് ഇൻവോൾവ് the movement of DNA segment from one location to another within the genome, okay, contributing to genetic variation in bacteria. Transcription എന്ന് പറയുന്നത് എന്താണ്? RNA synthesis. Translation എന്ന് പറയുന്നത് എന്താണ്? Protein synthesis. ഓക്കെ, ട്രാൻസ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചാടി പോകുന്നു, ജമ്പിങ് ജീൻസ്. അവരാണ് ജനറ്റിക് വേരിയേഷൻ ഇൻ ബാക്ടീരിയയ്ക്ക് ഒരു കാര്യം അല്ലേ. കാരണം എന്താണ്? DNA സെഗ്മെൻറ്റ്സ് ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്തയിലേക്ക് പോകുന്നുണ്ട് വിത്തിൻ ദ ജീനോം. അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? ട്രാൻസ്പോസിഷൻ. ഓക്കെ, ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കിപ്പോൾ പ്രോട്ടീൻ ട്രാൻസ്ലൊക്കേഷൻ ആണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ട്രാൻസ്പോർട്ടിൽ അല്ലേ, ഇപ്പോൾ എൻഡോപ്ലാസ്മിക് ലുമൻ്റെ അകത്തോട്ട് വരുന്നു പുറത്തുനിന്ന് സൈറ്റോപ്ലാസത്തിൽ നിന്ന്, അത് നമുക്ക് പ്രോട്ടീൻ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയാം. ഇനി നമ്മുടെ ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ ഉണ്ട്. ഒരു ഏരിയ അല്ലേ, ഒരു ചെറിയ കഷ്ണം ബ്രേക്ക് ചെയ്ത് അടുത്ത കഷ്ണത്തിൽ പോയി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ജനറ്റിക് വേരിയേഷൻ ഇൻ ബാക്ടീരിയ ആരാണ് ആൻസർ വരുന്നത്? ട്രാൻസ്പോസിഷൻ. ഓക്കെ, ട്രാൻസ്പോസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്നോസ്റ്റിക് മീഡിയ ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ സാൽമണല്ല ഇൻ ക്ലിനിക്കൽ ആൻഡ് ഫുഡ് സാമ്പിൾസ്? സാൽമണല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ ഏതൊക്കെയല്ല എന്നറിഞ്ഞാൽ തന്നെ ആൻസർ എഴുതാം. അപ്പോൾ സാൽമണല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബ്രില്യൻ ഗ്രീൻ അഗർ ആണെന്നറിയാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് EMB അല്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണം എന്താ? EMB എന്തിനുള്ളതാണ്? നമ്മുടെ എസ്ചെറിഷ്യ കോളിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഈ കോളൈ. അതുപോലെ തന്നെ നമ്മുടെ മാനിറ്റോൾ സോൾട്ട് അഗർ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ സ്റ്റഫൈലോകോക്കസിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. ഇനി മക്കോങ്കി അഗർ ഏതിന് വേണ്ടിയിട്ടാണ്? കോളിഫോംസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് മക്കോങ്കി അഗർ. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ബ്രില്യൻ ഗ്രീൻ അഗർ ഫോർ സാൽമണല്ല. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ലൈസോജനിക് സൈക്കിൾസ് ഓഫ് ബാക്ടീരിയോഫേജ് ഈസ് ട്രൂ? അപ്പോൾ ഏതാണ് ലൈസോജനിക് സൈക്കിൾ എന്ന് നമുക്ക് നോക്കാം. ഏതാണ് ലൈസോജനിക് സൈക്കിൾ? ഈ കാണിച്ചേക്കുന്നതാണ് ലൈസോജനിക് സൈക്കിൾ. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഇതിൽ ഒരു പ്രൊഫേജ് ഒക്കെ ഉണ്ട്, കണ്ടോ? അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഈ ഒരു ഏരിയ മൈക്രോബിയൽ ജെനറ്റിക്സ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ചിലവർക്ക് പഠിക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും, ചിലവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇൻ ലൈസോജനിക് സൈക്കിൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇൻ ലൈസോജനിക് സൈക്കിൾ ദ ടെമ്പറേറ്റ് ഫേജ് ഡസ് നോട്ട് റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ഇൻഡിപെൻഡൻ്റ്ലി അല്ലേ. ഡസ് നോട്ട് റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ഇൻഡിപെൻഡൻ്റ്ലി, അതെ, പറ്റില്ല. ആൻഡ് ഡസ് നോട്ട് ലൈസ് ദ ബാക്ടീരിയൽ ഹോസ്റ്റ് സെൽ. ഓക്കെ, ലൈസ് ചെയ്യുന്നില്ല, ലൈസോജനി അല്ലേ. ഓക്കെ, അതും കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഇനി ഫേജ് DNA ഈസ് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ഹോസ്റ്റ് ബാക്ടീരിയംസ് DNA. ഓക്കെ, ഹോസ്റ്റ് ബാക്ടീരിയയിലേക്ക് കയറുന്നുണ്ട് ഫേജ് DNA. എന്നിട്ട് അവരെന്താ നമ്മൾ പറയുന്നത്? പ്രൊഫേജ്. അതും ശരിയാണ്. ഇനി ടെമ്പറേറ്റ് ഫേജ് ക്യാൻ ബി റെപ്ലിക്കേറ്റഡ് എയ്തർ ആസ് എ പ്രൊഫേജ് എലോങ് വിത്ത് ബാക്ടീരിയൽ ക്രോമസോമൽ റെപ്ലിക്കേഷൻ, ഓർ അതിന് എന്തായിട്ട് മാറാം? ലൈറ്റിക് സൈക്കിളിലേക്കും പോകാം. റിവേർട്ട് ടു ലൈറ്റിക് സൈക്കിൾ ബൈ റെപ്ലിക്കേറ്റിംഗ് ദംസെൽഫ് ആൻഡ് അസംബ്ലിംഗ് ഇൻ ടു ന്യൂ ഫേജസ്. ഇതിൽ എല്ലാ സെൻറ്റൻസും കറക്റ്റാണ്. അപ്പോൾ ഓൾ ദ എബോവ് ആണ് അതിൽ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് പഠിച്ചാലേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ലൈറ്റിക് സൈക്കിൾ എന്താണ്, ലൈസോജനിക് സൈക്കിൾ എന്താണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഹാവ് ഡിഫറെൻറ്റ് ഓക്സിജൻ ഗ്രോത്ത് റിക്വയർമെൻറ്റ്.
ഓക്കെ, നമുക്കറിയാലോ. അപ്പോൾ ഇതിനൊന്ന് മാത്സ് ഫോളോയിങ് നമ്മളൊന്ന് ചെയ്തു കൊടുക്കണം അല്ലേ. ഒബ്ലിഗേറ്റ് എനേറോബ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അവർക്ക് അനേറോബിക് സ്ട്രിക്റ്റ് എനേറോബാണ്. അവർക്ക് അനേറോബിക് കണ്ടീഷനിൽ മാത്രമേ വളരാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്സിജൻ ഉണ്ടെങ്കിൽ അവർ കില്ലായി പോകും. ഓക്കെ, അപ്പോൾ അവിടെ ആൻസർ എന്താ വരുന്നത്? 1A തന്നെയാണ് ആൻസർ. ഓക്കെ, ഇനി ഒബ്ലിഗേറ്റ് എയറോബ് എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് അവിടെ ഓക്സിജൻ വേണം. ഓക്കെ, അവർ ഓക്സിജൻ ഇല്ലെങ്കിലാണ് അവർക്ക് പ്രശ്നം വരുന്നത്. അവർക്ക് എന്താണ്? മസ്റ്റ് ഹാവ് അബൻഡൻറ്റ് ഓക്സിജൻ. അപ്പോൾ 2 എന്നുള്ളത് B ആണ്, കറക്റ്റാണ്. അടുത്തത് ക്യാപ്നോഫൈൽ എന്ന് പറയുന്നത് അവർക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വേണം. ഓക്കെ, അവർക്ക് ഇഷ്ടമുള്ള ക്യാപ്നോഫൈൽ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഇഷ്ടമുള്ള ആളുകളെയാണ് ക്യാപ്നോഫൈൽ. ഓക്കെ, ഇനി അടുത്തത് മൈക്രോ എയറോഫൈൽ, ഗ്രോ വിത്ത് ഓർ വിത്തൗട്ട് ഓക്സിജൻ. അതല്ല. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു പാറ്റേണിൽ നിന്ന് മാറി. അപ്പോൾ മൈക്രോ എയറോഫൈൽ എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് കുറച്ച് എയർ മതി. ആ പേരിൽ തന്നെ കൊടുക്കുന്നുണ്ട് അല്ലേ, മൈക്രോ എയറോഫൈൽ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? 4 എന്ന് പറയുന്നത് E ആണ്. ഫാക്കൽറ്റേറ്റീവ് അനേറോബ് എന്ന് പറയുന്നത് അവർക്ക് ഓക്സിജൻ ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റും, ഓക്സിജൻ ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 5 എന്ന് പറയുന്നത് D. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? C ആണ് ആൻസർ വരുന്നത് അല്ലേ. 1A 2B 3C 4EI 5DI. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നോക്കുക, 1A 2B 3C 4 എന്ന D ആയിരിക്കും. അങ്ങനെ വിചാരിക്കരുത് അല്ലേ. നമ്മൾ ശരിക്കും അത് ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്തോളണം. ഓക്കെ, മനസ്സിലായല്ലോ. ചില സമയത്ത് നമ്മളെ പറ്റിക്കും നമ്മളുടെ ബ്രെയിൻ. ഓക്കെ, 1 2 അല്ല 1A 2B അങ്ങനെ 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 അങ്ങ് പോകുമെന്ന് നോക്കും. അത് നമ്മൾ ശ്രദ്ധിച്ചോളണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻറ്റിബയോട്ടിക് ഇൻഹിബിറ്റ് ഫോളിക് ആസിഡ് സിന്തസിസ് ബൈ കോമ്പറ്റേറ്റീവ്ലി ഇൻഹിബിറ്റിംഗ് ദ എൻസൈം ഡൈഹൈഡ്രോപ്റ്റെറോയേറ്റ് സിന്തേസ്? ആൻസർ നമുക്കറിയാം, ട്രൈമിതോപ്രിം ആണ്. ഓക്കെ, പെൻസിലിൻ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കൻ സിന്തസിസിനെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. വാൻഗോമൈസിനും അതേ തന്നെയാണ് ആക്ഷൻ വരുന്നത്, പക്ഷേ 2 രീതിയിലാണ്. പെൻസിലിൻ എന്ന് പറയുന്നത് ആരെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ എൻസൈംസ് ഉണ്ടല്ലോ, ക്രോസ് ലിങ്കിൽ, അതായത് ട്രാൻസ്പെപ്റ്റിഡൈസേഷൻ റിയാക്ഷനിൽ വരുന്ന എൻസൈംസിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അവിടെ ആ ക്രോസ് ലിങ്കിങ് ഒക്കെ നടക്കാതിരിക്കാൻ. ഓക്കെ, ആര്? പെൻസിലിൻ. ഓക്കെ, പെൻസിലിൻ അവിടെ ക്രോസ് ലിങ്കിങ് അതിൽ വരുന്ന അല്ലേ, ആ ട്രാൻസ്പെപ്റ്റിഡൈസേഷനിലെ എൻസൈംസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, വാൻഗോമൈസിൻ എന്ന് പറയുന്നത് വാൻഗോമൈസിൻ വന്ന് ബൈൻഡ് ചെയ്യും. ഓക്കെ, ഈ ട്രാൻസ്പെപ്റ്റിഡൈസേഷനെ തന്നെയാണ് ബ്ലോക്ക് ചെയ്യണമെങ്കിലും ബൈൻഡിങ് ടു ഡി അല ഓക്കെ, ഈ ഒരു റീജിയൻ അമിനോ ആസിഡ് ഓക്കെ അവിടെയാണ് വന്ന് ബൈൻഡ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നത്. ഇനി ജെൻഡാമിസിൻ എന്ന് പറയുന്നത് ഒരു അമിനോ ഗ്ലൈക്കോസൈഡ്സ് ആണ്. ഇവരെവിടെയാണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ് ഇവർ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലോക്ക് ചെയ്യുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ് ഇവർ ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് കോസ് ചെയ്യുന്നത്? ഇവർ സ്മോൾ സബ് യൂണിറ്റ് 30S വന്ന് ബൈൻഡ് ചെയ്ത് ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളാണ്. വിച്ച് ബയോടൈപ്പിംഗ് മെത്തേഡ് ഫോക്കസ് ഓൺ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്പെസിഫിക് സർഫസ് ആൻറ്റിജൻസ് ഓർ മാർക്കേഴ്സ് ഓൺ മൈക്രോ ഓർഗാനിസംസ്? ആൻസർ എന്താണ്? സെറോടൈപ്പിംഗ്. ഓക്കെ, സർഫസ് ആൻറ്റിജൻ നമ്മൾ O ആൻറ്റിജൻ അനുസരിച്ച് സെറോടൈപ്പിംഗ് ചെയ്യുന്നു. H ആൻറ്റിജൻ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്ലജല്ലയിലൊക്കെ ആണെങ്കിൽ H ആൻറ്റിജൻ ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. O ആണെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് സെറോടൈപ്പിംഗ്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ലയോഫിലൈസേഷൻ ഈസ് ട്രൂ? എന്താണ് ലയോഫിലൈസേഷൻ എന്ന് പറയുന്നത്? നമ്മൾ നമ്മുടെ മൈക്രോബ്സിനെയൊക്കെ നന്നായിട്ട് ഫ്രീസ് ചെയ്ത് പൗഡേർഡ് ഫോമിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ വരുന്നത്? റാപ്പിഡ്ലി ഫ്രോസൺ ഓർഗാനിസംസ് ഇൻ വയൽസ്. ഓക്കെ, അത് ശരിയാണല്ലോ അല്ലേ. സബ്ജക്റ്റഡ് ടു എ വാക്വം ഇൻസ്ട്രുമെൻറ്റ്, ശരിയാണ്. ദാറ്റ് റിമൂവ്സ് വാട്ടർ ഫ്രം ദം ആൻഡ് സീൽസ് ദ വയൽസ് അണ്ടർ വാക്വം, അത് കറക്റ്റാണ്. ഇനി ദ പ്രോസസ് അലോ ലാർജ് ഐസ് ക്രിസ്റ്റൽസ് ടു ഫോം ഇൻസൈഡ് ദ സെൽ എൻഷുറിങ് ദെയർ പ്രിസർവേഷൻ. ലാർജ് ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ നമ്മുടെ സെല്ല് ഡാമേജ് ആവില്ലേ? അപ്പോൾ അത് തെറ്റാണ് അല്ലേ. ഇനി മൈക്രോബയോളജിസ്റ്റ് യൂസ് ലയോഫിലൈസേഷൻ ഫോർ ഡിസ്ട്രക്ഷൻ ഓഫ് കൾച്ചേഴ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അല്ല, നമ്മൾ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് അല്ലേ, ലോങ് ടൈം സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? B ആണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ലയോഫിലൈസേഷൻ അത് നമുക്ക് നന്നായിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് ക്രയോ പ്രൊട്ടക്റ്റൻ്റ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യും.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു അല്ലേ. വിച്ച് സ്റ്റെപ്പ് ഓഫ് ദ ഗ്രാം സ്റ്റെയിനിങ് പ്രോസസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിഫറൻസിയേഷൻ ഓഫ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ? ഓക്കെ, ഫസ്റ്റ് ക്രിസ്റ്റൽ വയലറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ, എല്ലാം ബ്ലൂ പോലെ ഇരിക്കും. ഈ ഫസ്റ്റ് പിക്ചർ കണ്ടോ? അപ്പോൾ പിന്നെ എന്താ, നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഇനി അയഡിനാണോ? അയഡിൻ ആഡ് ചെയ്യുമ്പോഴും കണ്ടോ ഒരേപോലെ തന്നെ ഇരിക്കും, നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അയഡിൻ എന്ന് പറയുന്നത് എന്താണ്, മോർഡൻ്റ് ആണ് അല്ലേ. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഡീക്ലറൈസേഷൻ വിത്ത് എഥനോൾ ഓർ അസറ്റോൺ, അത് നോക്കിയേ, ആ സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പാണ്. നമ്മൾ ഡീക്ലറൈസർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്തായി കണ്ടോ, കണ്ടോ ഗ്രാം നെഗറ്റീവ് കളർലെസ് ആയി, കണ്ടോ കളർലെസ് ആയി ഗ്രാം നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലാണ് എന്താണ്, സാഫ്രാനിൻ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഗ്രാം നെഗറ്റീവ് പിങ്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് വരുന്നത്, ഡീക്ലറൈസേഷൻ വിത്ത് എഥനോൾ ഓർ അസറ്റോൺ. ആ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇവർ ചോദിച്ചേക്കുന്നത് എന്താണ്, വിച്ച് സ്റ്റെപ്പ് ഓഫ് ഗ്രാം സ്റ്റെയിനിങ് പ്രോസസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിഫറൻസിയേഷൻ ഓഫ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അപ്പോൾ ആൻസർ എന്താണ്, ഡീക്ലറൈസേഷൻ വിത്ത് എഥനോൾ ആൻഡ് അസറ്റോൺ. അതായത് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ. കൗണ്ടർ സ്റ്റെയിനിങ് വിത്ത് സാഫ്രാനിൽ നമുക്ക് ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരും. പക്ഷേ അതിന് മുമ്പത്തെ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഗ്രാം പോസിറ്റീവ് ഇത് ഗ്രാം നെഗറ്റീവ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ഇവിടെ ആൻസർ വരുന്നത് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ മൈക്രോസ്കോപ്പും അത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണതെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ബ്രൈറ്റ് ഫീൽഡ് എന്തിനാണ്, ഒബ്സർവേഷൻ ഓഫ് ഡെഡ് സ്റ്റെയിൻഡ് ഓർഗാനിസംസ് ഓർ ലൈവ് വൺസ് വിത്ത് സഫിഷ്യൻറ്റ് നാച്ചുറൽ കളർ കോൺട്രാസ്റ്റ്, അത് ശരിയാണല്ലേ 1A. ഇനി ഡാർക്ക് ഫീൽഡ് എന്തിനാണ്, ഒബ്സർവേഷൻ ഓഫ് അൺസ്റ്റെയിൻഡ് ലീവിങ് ഓർ ഡിഫിക്കൽട്ട് ടു സ്റ്റെയിൻ ഓർഗാനിസംസ്, അലോസ് 1 to see മോഷൻ, അതും ശരിയാണ്. 2 എന്താണ്, B ആണ്. ഓക്കെ, ഇത് നേരത്തെ അതേ പാറ്റേണിലാണ് വന്നേക്കുന്നത്. അടുത്തത് ഫ്ലൂറസെൻസ് എന്താണ്, ഡയഗ്നോസ്റ്റിക് ടൂൾ ഫോർ ഡിറ്റക്ഷൻ ഓഫ് ഓർഗാനിസംസ് ഓർ ആൻറ്റിബോഡീസ് ഇൻ ക്ലിനിക്കൽ സ്പെസിമെൻസ് ഫോർ ഇമ്മ്യൂണോളജിക്കൽ സ്റ്റഡീസ്. ഓക്കെ, അതും അതുപോലെ തന്നെ വന്നേക്കുന്നത്. നമ്മൾ ഓർക്കും ഇത് തെറ്റായിരിക്കും, ഇങ്ങനെ ഒരിക്കലും വരില്ലല്ലോ എന്ന് ഓർക്കും. ഇനി അടുത്തത് കോൺഫോക്കൽ എന്താണ്, ഒബ്സർവേഷൻ ഓഫ് വെരി സ്പെസിഫിക് ലെവൽ ഓഫ് സ്പെസിമെൻ, അതും കറക്റ്റാണ്. 4 എന്താണ്, D. ഈ രീതിയിലല്ലാതെ പല രീതിയിൽ അതിൻ്റെ യൂസസ് അതിൻ്റെ എന്താണ് ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലും വരും. ഓക്കെ, ഇനി ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ എന്താണ്, ഒബ്സർവേഷൻ ഓഫ് എക്സ്റ്റീരിയർ സർഫസ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്, അല്ലല്ലോ അത് ആരുടെയാണ്, സ്കാനിങ് ടണലിംഗ് ആണ്. അപ്പോൾ ഇവിടെ മാത്രമാണ് ഇവർ തിരിച്ചെഴുതിയേക്കണത് അല്ലേ, ബാക്കി എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ 5 എന്താണ്, 5Fഉം 6Eയും. ഓക്കെ, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്തിനാണ്, എക്സാമിനേഷൻ ഓഫ് തിൻ സെക്ഷൻസ് ഓഫ് സെൽസ് ഫോർ ഡീറ്റെയിൽസ് ഓഫ് ഇൻറ്റേർണൽ സ്ട്രക്ചർ, എക്സ്റ്റീരിയർ ഓഫ് സെൽസ്, വൈറസസിനെ പറ്റി പഠിക്കാനായിട്ട്, ഓർ സർഫസസ് വെൻ ഫ്രീസ് ഫ്രാക്ചറിങ് ഈസ് യൂസ്ഡ്. അപ്പോൾ ആൻസർ എന്താ വരുന്നത്, ആൻസർ ഏതാണ് വരുന്നത്, B ആണ് ആൻസർ വരുന്നത് അല്ലേ. B ആണ് ആൻസർ വരുന്നത്. 1A, 2B, 3C, 4D, 5F, 6E. ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവും അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫ്ലൂറസെൻറ്റ് ഡൈ ഈസ് യൂസ് ടു സ്റ്റെയിൻ ബാക്ടീരിയൽ ന്യൂക്ലിക് ആസിഡ് ഇൻ ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പി? എന്താണ് ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പി? ഇവിടെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ് വരുന്നത്. അക്രഡിൻ ഓറഞ്ച് ആണ്. നമുക്കിപ്പോൾ ന്യൂക്ലിക് ആസിഡ്, നമുക്ക് DNA, RNA ഒക്കെ അറിയാനായിട്ട് അക്രഡിൻ ഓറഞ്ച് ആണ്. അതുപോലെ തന്നെ നമുക്ക് DNA അറിയാനായിട്ട് DAP യൂസ് ചെയ്യാം. DAP ഏതാണ്, ഡൈ അമിനിഡോ 2 ഫീനൈൽ ഇൻഡോൾ. ഓക്കെ, അത് നമുക്ക് DNA അറിയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒറാമിൻ എന്തിനാണ്, നമ്മുടെ ട്യൂബർക്ലോസിസ് ബാസിലസ്. ഇനി CTC എന്തിനാണ്, അതായത് സയാനോ ഡിറ്റോലൈൽ ടെട്രാസോളിയം ക്ലോറൈഡ്, അതായത് നമുക്ക് മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സെൽസ് അറിയാൻ വേണ്ടിയിട്ട്. മെറ്റബോളിക്കലി ആക്റ്റീവ് അതായത് നമുക്ക് ചില സെൽസൊക്കെ എന്തായിരിക്കും, സെൽ ഡെത്ത് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ലൈവ് ആണോ, അതായത് നമുക്ക് വയബിൾ ആയിട്ടുള്ള സെൽസിനെ അറിയാൻ പറ്റും. മെറ്റബോളിക്കലി ആക്റ്റീവ് വയബിൾ സെൽസിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സയാനോ ഡിറ്റോലൈൽ ടെട്രാസോളിയം ക്ലോറൈഡ് യൂസ് ചെയ്യും. ഒറാമിൻ റോഡാമിനൊക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആ ഒരു കോമ്പിനേഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയും നമുക്ക് അപ്പോൾ നന്നായിട്ട് പഠിക്കുക.
എത്രത്തോളം നിങ്ങൾ പഠിക്കാനുണ്ട്, എത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള ക്വസ്റ്റ്യൻ വരുന്നത് കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലായിരിക്കും. അപ്പോൾ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. നമുക്ക് എപ്പോഴും ചാൻസസ് ഒക്കെ വരാൻ സാധ്യതയില്ല. നമുക്ക് സിമ്പിളായിട്ട് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. PhD വേണ്ട, പോസ്റ്റ് ഡോക്കും വേണ്ട, പേപ്പർ പബ്ലിക്കേഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് സയൻറ്റിസ്റ്റ് ആകാനായിട്ട് ഈസി ആയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്ത് സൈപ്രോ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് 9048900024 കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, 9048900024. ഓക്കെ, 0024. ഓക്കെ.